നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത പ്രാവശ്യം നമുക്ക് ഒരുമിച്ച് പോയാലെന്ന് ഹാരി ചോദിക്കുമ്പോഴത്തേക്കിനും മഴ പെയ്തു തുടങ്ങും. അങ്ങനെ അവർ തിരിച്ചു പോരും. ഡോക്ടർ എങ്ങനെയാണെങ്കിൽ അറിഞ്ഞ കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ മതി. അത് നോക്കുമ്പോൾ ഫുൾ നനഞ്ഞിട്ടാണ് ഡോജി കയറി വരുന്നത്. പറയാൻ തുടങ്ങുമ്പോഴത്തേക്കിനും ഡോജി തുമ്മും. അതുകൊണ്ട് അവനൊന്നും മിണ്ടത്തില്ല. പിറ്റേ ദിവസം അവന് തുമ്മൽ കുറവൊന്നുമില്ല. മഴ നനഞ്ഞുകൊണ്ടാണോ എന്ന് ഹാരി ചോദിക്കും. ഇന്നലെ ഞാൻ ഇയാളുടെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഹാരി അവന് ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കുന്നത് ചിയോൺ കാണും. അന്നേരം ഡോജിയുടെ പേഴ്സണൽ ഫോണിലേക്ക് ഒരു കോള് വരും. അത്യാവശ്യമായിട്ട് ഒരാൾ ഹൗസ് വിസിറ്റിന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് എങ്ങോട്ടേക്കാണെന്നും പറയാതെ അവൻ പോവും. അവൻ്റെ പേഴ്സണൽ ഫോണിലേക്കാണ് കോള് വന്നത്. യൂഷ്വലി ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഹെൽത്ത് സെന്ററിലേക്കാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഹാരിക്ക് സംശയം തോന്നി. ഡോജിയെ വിളിച്ചത് ഹാരിയുടെ അമ്മൂമ്മയായിരുന്നു. പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ തോന്നി അവർ താഴെ വീണു പോകും. അങ്ങനെ നെറ്റെല്ലാം മുറിഞ്ഞിട്ടുണ്ട്. അവൻ മുറിവെല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കും. നോക്കുമ്പോൾ ഹാരിയുടെ സ്യൂട്ട് കേസിലിരുന്ന ടാബ്ലറ്റ്സ് അവരുടെ അടുത്തിരിക്കുന്നത് കാണും. അത് ക്യാൻസർ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യുന്നതാണെന്ന് അവന് മനസ്സിലാവും. പെയിൻ കില്ലേഴ്സ് എല്ലാം കൂടി കഴിക്കുമ്പോഴത്തേക്കിനും എനിക്ക് ആകെ ഒരു അസ്വസ്ഥതയാണ്, അതുകൊണ്ട് ഞാനത് കഴിക്കുന്നത് നിർത്തി, അതുകൊണ്ടായിരിക്കും എന്ന് അവർ പറയുമ്പോഴത്തേക്കിനും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അത് ആവശ്യമുള്ളത് കൊണ്ടാണ്, അതുകൊണ്ട് ഇത് കഴിക്കാതിരിക്കരുതെന്ന് നമ്മൾ പറയും. എന്തെങ്കിലും വേറെ പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് ഹെൽത്ത് സെന്ററിൽ വന്നിട്ട് നോക്കാമെന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കത്തില്ല. വേണ്ട, അവിടെ വരുവാണെങ്കിൽ എല്ലാവരും അറിയും. അങ്ങനെ എല്ലാവരെയും അറിയിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. തന്നെയല്ല, ഹാരി അറിയുകയാണെങ്കിൽ അവള് ആകെ പ്രശ്നമാക്കും. അതുകൊണ്ടാണ് ഞാൻ വരാത്തതെന്ന് പറയും. ഒരിക്കലും ഒരു ഡോക്ടർ പേഷ്യന്റിന്റെ വിവരങ്ങളൊന്നും പുറത്താരോടും പറയത്തില്ല, ഷെയർ ചെയ്യത്തില്ല. അതോർത്ത് പേടിക്കണ്ട. പക്ഷെ അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറയണം. ഒരു ഡോക്ടർ അടുത്ത് എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടെങ്കിൽ അത് മറച്ചു വെക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങും. അന്നേരത്തേക്ക് ഹാരി അവിടെ വരും. അമ്മമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞ് അവൾ ബഹളം വെച്ച് അകത്തേക്ക് പോകാനായിട്ട് തുടങ്ങുമ്പോൾ അവൻ സമ്മതിക്കത്തില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇയാളിപ്പോ അകത്തേക്ക് പോരുതെന്ന് പറയും. അമ്മമ്മയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യത്തുള്ളായിരുന്നു. അമ്മമ്മയെക്കാട്ടിലും ഞാനായിരിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിയുമ്പോഴത്തേക്കിനും ബഹളം വെക്കുന്നത്. അതുകൊണ്ട് എന്നോട് പറയാതെ ഇയാളോട് പറഞ്ഞതാവാമെന്ന് ഹാരി അവനോട് പറയും. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. അമ്മമ്മയ്ക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും എനിക്ക് പേടിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത്. ഞാനിങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാമെന്ന് അവൾ പറയുമ്പോൾ അതിലൊരു തെറ്റുമില്ല എന്ന് അവൻ ആശ്വസിപ്പിക്കും. ഇയാളുടെ സ്യൂട്ട് കേസിൽ ആ ടാബ്ലറ്റ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് എന്തിനുള്ളതാണെന്ന് എനിക്കറിയാം. ഇയാൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇയാൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ ആശ്വസിപ്പിക്കും. ജിങ്സുന്റെ അമ്മ ഒരുപാട് സൈഡ് ഡിഷസ് ഒക്കെ പാക്ക് ചെയ്ത് കൊടുത്തയക്കും. ഇത്രയും എന്തിനായിരുന്നു എന്ന് അവൾ വിളിച്ച് ചോദിക്കുമ്പോൾ അവിടെ ഒരുപാട് പേരുണ്ട്, എല്ലാവർക്കും നിന്നെ വലിയ കാര്യമാണെന്നല്ലേ പറഞ്ഞ് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറയും. അന്നേരം ഡോജിയും ഹാരിയും തിരിച്ചു വരും. ഡോക്ടർ യങ് ഓടി വന്നിട്ട് ഡോജിയെ പിടിച്ച് അകത്തേക്ക് പോകും. അവൻ കുറെ നേരമായിട്ട് റെസ്റ്റ്ലെസ് ആയിട്ട് നടക്കുന്നതൊക്കെ ജെൻസോൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടേഴ്സിന്റെ ഗ്രൂപ്പ് ചാറ്റ് ചെക്ക് ചെയ്തായിരുന്നു എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ആവശ്യമില്ലാത്ത ഒരുപാട് മെസ്സേജസ് എല്ലാവരും അയക്കുന്നുണ്ട്, ഞാൻ നോക്കിയില്ല എന്ന് ഡോജി പറയും. എനിക്കായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പൊ തന്നെ നോക്കാൻ പറഞ്ഞ് അവൻ നിർബന്ധിച്ച് അവനെ കൊണ്ട് ആ മെസ്സേജസ് എല്ലാം വായിപ്പിക്കും. അവർ പറഞ്ഞേക്കുന്നത് ഹാരിയെ കുറിച്ച് തന്നെ അല്ലേ ചോദിക്കുമ്പോൾ അല്ല എന്ന് അവൻ ഡിഫെൻഡ് ചെയ്യാനായിട്ട് നോക്കും. ഹാരിയെ കുറിച്ച് തന്നെയാണ്. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടേക്ക് കോൺട്രാക്ട് നേഴ്സായിട്ട് വന്നത് വേറെ ആരും ഇല്ലല്ലോ. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെയുണ്ട്, ഞാൻ അവരുടെ അടുത്ത് അന്വേഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ പറയുന്നതൊക്കെ ശരിയാണ്. അവിടെ ഹാരി 3 ഡോക്ടേഴ്സിനെ ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഡോജിക്കും അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടിയില്ലേന്ന് ചോദിക്കുമ്പോൾ അവനെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന് വിചാരിച്ചിട്ട് അവൻ സ്റ്റാമർ ചെയ്യും. ഡോക്ടർ എത്ര നിഷേധിച്ചാലും എനിക്കത് മനസ്സിലായിട്ടുണ്ട്. ചിയോങ്ങിനെ ഹാരി ഡേറ്റ് ചെയ്യാണ്, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അറിയാത്തത്, ഇവിടെ ഐലൻഡിൽ ബാക്കി എല്ലാവർക്കും അറിയാമെന്ന് അവൻ പറയും. സംഭവം ഇവരന്ന് മൗണ്ടൻ ടോപ്പിൽ വന്നിട്ട് തിരിച്ച് രാത്രി ആകുമ്പോഴത്തേക്കും ചിയോൺ ആണല്ലോ ഹാരിയെ കൂട്ടിക്കൊണ്ട് വരുന്നത്. രണ്ടുപേരും കൂടി ഒന്നിച്ച് സ്കൂട്ടറിൽ വരുന്നത് വില്ലേജിൽ ഒരാൾ കാണും. അയാളത് ലീഡെടുത്ത് പറയും. അവർ രണ്ടും കൂടി ഷിപ്പിൽ കയറി പോകാൻ നേരത്ത് ചിയോണിന് ലൈഫ് ജാക്കറ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഹാരി ഹെൽപ്പ് ചെയ്യുന്നത് റെസ്റ്റോറൻറ്റിലെ ലേഡി കാണുന്നുണ്ട്. അവരത് ചീഫ് പാർക്കിൻ്റെ അടുത്ത് പറയും. ചീഫ് പാർക്ക് സീനിയർ സെൻറ്ററിൽ വെച്ച് നടന്ന സംഭവങ്ങളൊക്കെ റെസ്റ്റോറൻറ്റ് ലേഡിയുടെ അടുത്ത് പറയും. അവർ തമ്മിൽ നല്ല ബോണ്ടായിരുന്നു, നന്നായിട്ടാണ് ഒന്നിച്ച് കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തതെന്ന് അവിടുത്തെ ചീഫ് എന്നോട് പറഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടി അങ്ങ് അസ്യൂം ചെയ്യുന്നതാണ്. മൗണ്ടൻ ടോപ്പിൽ ഹാരിയുടെ കൂടെ ഞാനാണ് പോയത്. അന്ന് തിരിച്ചു വന്നപ്പോൾ 2 പേർക്ക് മാത്രമേ ആ സ്കൂട്ടറിൽ കയറാൻ പറ്റത്തുള്ളായിരുന്നു. അങ്ങനെയാണ് അവർ രണ്ടും കൂടി ഒന്നിച്ച് തിരിച്ചു വന്നത്. പിന്നെ അവിടെ പോയപ്പോഴത്തേക്കിനും അവർക്ക് ലാസ്റ്റ് ബോട്ട് മിസ്സായി. അതുകൊണ്ടാണ് അവിടെ ഒന്നിച്ച് താമസിക്കേണ്ടി വന്നത്. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് നമ്മളത് വിശ്വസിക്കേണ്ട കാര്യമുണ്ടോ? ഇതൊന്നും ശരിയല്ല, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളല്ലേ എന്നൊക്കെ ഡോക്ടറെ എങ്ങനെ വഴക്ക് പറഞ്ഞിട്ടാണ് ഇവൻ പുറത്തേക്ക് വരുന്നത്. നോക്കുമ്പോൾ ചിയോണും ഹാരിയും കൂടി എവിടെയോ പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. വില്ലേജ് ഹോളിൽ വില്ലേജേഴ്സിന് വേണ്ടിയിട്ടൊരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ് ഒക്കെ നടത്തുന്നുണ്ട്. അവിടേക്കാണ് ഇവർ രണ്ടും കൂടി പോകുന്നത്. അവരിറങ്ങി കഴിയുമ്പോൾ അവൻ അവൻ്റെ റൂമിൻ്റെ ജനലിൽ നിന്ന് നോക്കുന്നുണ്ട്. രണ്ടുപേരും ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചുകൊണ്ട് പോകുന്ന കാണുമ്പോൾ
അവൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. കുറച്ച് കഴിഞ്ഞ് മിസ് ഫാങ് നോക്കുന്നുണ്ടേ കൊണ്ടുപോകേണ്ട കുറച്ച് പോസ്റ്റേഴ്സും കാര്യങ്ങളും ഒക്കെ അവിടെ വെച്ചിട്ടാണ് അവർ പോയേക്കുന്നത്. അങ്ങനെ ജങ്സൂൺ കൊണ്ട് കൊടുക്കാന്ന് പറയും. അത് കേട്ടോണ്ട് ഡോജി വന്നിട്ട് വില്ലേജ് ഹോളിലല്ലേ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അതും എടുത്തു പോകും. വില്ലേജ് ഹോളിൽ അന്നേരം ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിയോണിനെയും ഹാരിയെയും ചേർത്ത് സീനിയേഴ്സ് എല്ലാം ടീസ് ചെയ്യും. ചിയോൺ അത് കേട്ട് മിണ്ടാതിരിക്കും. പക്ഷെ ഹാരി അങ്ങനെയല്ല എന്ന് പറഞ്ഞ് തിരിച്ചു തർക്കിക്കും. ഇതെല്ലാം കണ്ടോണ്ടും കേട്ടോണ്ടുമാണ് ഡോജി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടാതെ കൊണ്ടുവന്ന സാധനം അവിടെ വെച്ചിട്ട് പോകും. കുറച്ച് കഴിഞ്ഞ് ഹാരി നോക്കുമ്പോൾ അത് അവിടെ ഇരിക്കുന്നത് കാണും. അവള് ഓടിച്ചെന്ന് നോക്കും. ഡോജി കയറാതെ പോയതാണെന്ന് നമുക്ക് മനസ്സിലാവും. അവർ ടീസ് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരുന്നതെന്ന് അവൾ തിരിച്ചു വരുമ്പോൾ ചിയോങ്ങിന്റെ അടുത്ത് ചോദിക്കും. അത് ഇയാളെ എന്തുമാത്രം ബോധർ ചെയ്യുന്നുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നുണ്ടേ. റൂമേഴ്സ് പവർഫുൾ ആണ്. അത് ആൾക്കാർ പറഞ്ഞ് സ്പ്രെഡായി കഴിഞ്ഞാൽ പിന്നീട് സത്യം എന്താണെന്നൊന്നും ആൾക്കാർ അറിയാനായിട്ട് ശ്രമിക്കത്തില്ല. അത് അത്രയ്ക്കും ഡേഞ്ചറസ് ആണെന്ന് അവൾ പറയുമ്പോൾ ഇനി മുതൽ ഞാൻ ശ്രദ്ധിച്ചോളാം എന്ന് അവൻ മറുപടി പറയും. ഡോജി അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ചിയോന്റെ അടുത്ത് പറയണോ വേണ്ടിയോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഡോക്ടർ യാങ്. അവനാണെങ്കിൽ ഫിഷ് ടാങ്കിലെ ഫിഷിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. അന്നേരം ജങ്സൂൺ അങ്ങോട്ടേക്ക് വന്ന് നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ വന്നില്ല, റീ ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ചെയ്തോളാനായിട്ട് പറയും. അവൾ നോക്കുമ്പോൾ ഇവൻ അവിടെ വേറെ എന്തോ ചെയ്ത് ആ ശ്രദ്ധയിൽ പറഞ്ഞതാണെന്ന് വിചാരിച്ചിട്ട് ദേഷ്യത്തിന് ഇങ്ങോട്ട് വന്ന് ഫുഡെല്ലാം കൂടി ഫിഷ് ടാങ്കിലേക്ക് ഇടും. ഇയാൾ എന്ത് പണിയാ കാണിച്ചത്? ഞാൻ ഇയാൾ പറഞ്ഞത് കേട്ടു എന്നിട്ടല്ലേ മറുപടി പറഞ്ഞതെന്ന് അവൻ ചോദിക്കും. ഞാൻ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്, എന്ത് വേണമെന്ന് എനിക്ക് ഒരു പിടിയില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഇയാൾ ബ്രാൻഡഡ് ആയിട്ടുള്ള എന്ത് സാധനം വാങ്ങിക്കാനാണ് കൺഫ്യൂഷനിൽ നിൽക്കുന്നതെന്ന് അവൾ ദേഷ്യത്തിൽ തിരിച്ചു ചോദിക്കും. ഇയാൾ എപ്പോഴും എന്തിനാണ് എന്നോട് ഇങ്ങനെ വഴക്ക് കൂടുന്നത്? ഇയാൾക്ക് ഫ്രണ്ട്സ് ഒന്നും കാണത്തില്ലല്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങനെ വന്ന് എന്നോട് വഴക്ക് കൂടിക്കൊണ്ടിരിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ അവള് ഒന്നും മിണ്ടാതെ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ഡോജി സ്റ്റോറിൽ എന്തോ വാങ്ങാനായിട്ട് ചെല്ലുമ്പോൾ ഹാരി അങ്ങോട്ടേക്ക് വരും. ഞാൻ ബിയർ കുടിക്കാൻ കമ്പനിക്ക് ഒരാളെ നോക്കിയിരിക്കുകയായിരുന്നു എന്ന് അവൾ പറയുമ്പോൾ എനിക്കത് കുടിക്കാൻ മൂടില്ല എന്ന് അവൻ തിരിച്ചു പറയും. ഇയാൾ എന്നാ വില്ലേജ് ഹോളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നോ? എന്തുകൊണ്ടാണ് അകത്തേക്ക് വന്ന് ഞങ്ങൾ രണ്ടുപേരും ഹെൽപ്പ് ചെയ്യാഞ്ഞത്? വില്ലേജിലെ എല്ലാ ആളുകളും അവിടെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് ആരും വരത്തില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ രണ്ടും കൂടി എല്ലാം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൂടി ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല എന്നാണ് അവൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ഞാൻ ഇയാളെ ഏതെങ്കിലും രീതിയിൽ അപ്സെറ്റ് ചെയ്തോ എന്ന് ഹാരി അവനോട് ചോദിക്കും. ഇല്ലാന്ന് അവൻ പറയും. എങ്കിൽ നമുക്ക് ഹാർബറിന്റെ അവിടെ പോയിരുന്നു കുറച്ചു നേരം സംസാരിച്ചിട്ട് പോകാമോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല, ആരെങ്കിലും കണ്ടാൽ തെറ്റിദ്ധരിക്കുമെന്ന് അവൻ പറയും. ഇയാളും ചിയോണും റിലേഷൻഷിപ്പിലാണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു എന്ന് അവൻ പറയുന്നത് കേൾക്കുമ്പോൾ ഇത് കേട്ടിട്ടാണോ ഇയാൾ ഇങ്ങനെയൊക്കെ വർത്താനം പറയുന്നത്? അതൊക്കെ റൂമേഴ്സ് അല്ലേ, ഈ റൂമേഴ്സ് ഒക്കെ ഇയാൾ വിശ്വസിക്കുമെന്ന് അവൾ തിരിച്ചു ചോദിക്കും. എനിക്കത് റൂമേഴ്സ് ആയിട്ട് തോന്നിയില്ല, നിങ്ങൾ രണ്ടുപേരും നല്ല ക്ലോസ് ആയിട്ടാണ് എനിക്കും തോന്നിയതെന്ന് അവൻ പറയുന്നത് കേൾക്കുന്നുണ്ടേ. അങ്ങനെയാണെങ്കിൽ ആളുകൾ നമ്മളെ പറ്റിയല്ലേ പറയേണ്ടത്, നമ്മളല്ലേ ഒരുപാട് സ്ഥലങ്ങളിൽ ഒന്നിച്ചു പോയെന്ന് അവൾ തിരിച്ചു ചോദിക്കും. ഇയാൾ ഇങ്ങനെ എല്ലായിടത്തും അടുപ്പം കാണിക്കുന്നത് കൊണ്ടാണ് ആളുകൾ ഇയാളെ ഡോക്ടർ ഹണ്ടർ എന്നും ഗോൾഡ് ഡിഗർ എന്നും ഒക്കെ വിളിക്കുന്നതെന്ന് അവൻ ദേഷ്യത്തിൽ പറയും. അന്നേരമാണ് അവർക്ക് കാര്യം മനസ്സിലാകുന്നത്. രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ആ റൂമേഴ്സ് ഒക്കെ ഇയാൾ കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്തല്ലേ, അപ്പൊ ഇയാൾക്ക് പേടിയുണ്ടോ ഇനി ഇയാളെയാണ് ഞാൻ അടുത്ത് ടാർഗറ്റ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന്? പേടിക്കണ്ട, ഇയാളെ എന്തായാലും ഞാൻ ഡേറ്റ് ചെയ്യാൻ പോകുന്നില്ല എന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടാണ് അവൾ അവിടുന്ന് പോകുന്നത്. അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന് അവൻ അന്നേരം തോന്നി. ചിയോൺ കിച്ചണിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടറെ എങ്ങനെയാണെങ്കിലും എങ്ങനെയെങ്കിലും അറിഞ്ഞ കാര്യം അവനെ അറിയിക്കണം. കുറെ നേരം ആലോചിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് അവൻ പറയാനായിട്ട് തീരുമാനിക്കും. അങ്ങനെ തന്നെ തിരിഞ്ഞു നിന്നാൽ മതി, എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. ഇയാളുടെ മുഖത്ത് നോക്കി അത് പറയാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഹാരി ഇയാളെ ഡേറ്റ് ചെയ്യുന്നത് ഇയാളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ഹാരി ഡോക്ടേഴ്സിനെ മാത്രം നോക്കിയാണ് ഡേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ള ആളാണ്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കണം എന്ന് അവൻ പറയും. അവൻ നോക്കുന്നുണ്ട്, ഒരനക്കവും ഇല്ല ചിയോണിന്. ഷോക്കിലാണോ എന്ന് ചോദിച്ചാൽ അവൻ ചെന്ന് പിടിക്കുന്നോണ്ടാണ് ചിയോൺ തിരിഞ്ഞു നോക്കുന്നത്. അവൻ മൊബൈലിൽ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, ചെവിയിൽ ഇയർഫോൺ ഉണ്ട്, പറഞ്ഞതൊന്നും കേട്ടിട്ടില്ല എന്ന് എങ്ങനെ മനസ്സിലാവും. എങ്ങനെ അന്നേരം ജങ്സൂണിന്റെ കോള് വരും. എൻ്റെ ഫോൺ ഇയാളുടെ കയ്യിലായിപ്പോയി, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻ്റെ വീട്ടിലേക്ക് വരണം എന്നാണ് അവൾ പറയുന്നത്. ഞാൻ എൻ്റെ ഫോണിലാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവൻ തിരിച്ചു ചോദിക്കും. ഇയാളുടെ കയ്യിരിക്കുന്ന എൻ്റെ ഫോണാണെന്നാണ് പറയുന്നതെന്ന് അവൾ വീണ്ടും പറയുമ്പോൾ ഇവൻ ഫോണിലേക്ക് നോക്കുന്നുണ്ടേ. അവൻ്റെ പേര് എന്തോ ഒരു നിക് നെയിം ആണ് സേവ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അർത്ഥം അവൻ അറിയത്തില്ല. അവിടുത്തെ എന്തോ സ്ലാങ് ആണെന്ന് മാത്രം മനസ്സിലാവും. ഇതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ എന്ന് അവൻ ചിയോണിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഇഡിയറ്റ് എന്നും സ്റ്റുപ്പിഡ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം എന്ന് ചിയോൺ പറഞ്ഞു കൊടുക്കും. അത് കേൾക്കുമ്പോൾ അവനാകെ ദേഷ്യവും. ഇനിയെങ്കിലും ഇതൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് കൊണ്ടു കൊടുക്കുന്നുണ്ട് ജങ്സൂൺ പറയുന്നത്. ഞാനല്ലല്ലോ മാറ്റിയെടുത്തു, ഇയാളല്ലേ മാറ്റിയെടുത്തതെന്ന് അവൻ തിരിച്ചു ചോദിക്കും. ആ വഴക്കിനിടയിൽ ഫോൺ എടുത്തോണ്ട് പോകുമ്പോൾ തെറ്റിപ്പോകുന്നതാണ്. അവനകത്തേക്ക് നോക്കുമ്പോൾ നിറയെ ഫുഡും ഒരു കേക്കും ഒക്കെ ഇരിക്കുന്നതാണ്. സീവീഡ് സൂപ്പും കേക്കും ഒക്കെ ഉണ്ടല്ലോ, ഇന്ന് ആരുടെങ്കിലും ബർത്ത്ഡേ ആണോ എന്ന് അവൻ ചോദിക്കുമ്പോൾ ജങ്സൂൺ മിണ്ടാതെ നിൽക്കും. പെട്ടെന്നാണ് ബർത്ത്ഡേ ആയിരിക്കാമെന്ന് അവനെ മനസ്സിലാകുന്നത്. പിന്നെ എന്തിനാണ് ഇയാൾ ഒറ്റയ്ക്ക് കഴിക്കുന്നതെന്ന് അവൻ ചോദിക്കും. അത് ചോദിക്കാനുണ്ടോ, എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് വാതിലടിക്കും. അന്നേരമാണ് അവന് അബദ്ധം മനസ്സിലാകുന്നത്.
ഇന്നത്തെ ദിവസം ഞാൻ ഇയാളുടെ ഫ്രണ്ട് ആകാന്ന് പറഞ്ഞ് അവൻ തിരിച്ചു ചെല്ലും. അവളുടെ സമ്മതം ഒന്നും ചോദിക്കാൻ നിൽക്കാതെ അകത്ത് കയറി കസേരയൊക്കെ പിടിച്ചിട്ട് ഇരുന്നിട്ട് അവളെ വിഷ് ചെയ്യും. എന്നിട്ട് കേക്ക് കട്ട് ചെയ്യിക്കും. ഇയാളെ പോലെയുള്ള ഒരാള് എന്നെ പോലെയുള്ള ആളുകളുടെ ബർത്ത്ഡേക്കൊക്കെ ഇത്രയ്ക്കും പ്രാധാന്യം കൊടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് ജെങ്സൂൺ പറയുമ്പോൾ, ബർത്ത്ഡേ എന്ന് പറയുന്നത് ഒരാളെ ഏറ്റവും സന്തോഷത്തോടു കൂടി സ്പെൻഡ് ചെയ്യേണ്ട ഒരു ദിവസമാണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. ഒരിക്കലും പക്ഷെ എനിക്ക് എൻ്റെ ബർത്ത്ഡേസ് ഒന്നും അങ്ങനെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. കാരണം എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുമായിരുന്നു എന്ന് അവൻ പറയും. അതെന്തിനാണെന്ന് അവൾ ചോദിക്കുമ്പോൾ, ഞാനൊരു റിച്ച് ഫാമിലിയിൽ നിന്നാണ്, അച്ഛന് സ്വന്തമായിട്ട് ക്ലിനിക്ക് ഉണ്ടെന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എപ്പോഴും എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആളുകൾക്ക് എന്തിനാണ് അങ്ങനെ ഒരു ദേഷ്യം എന്നോടെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. പ്രത്യേകിച്ചും എന്നെ പോലെ അഡോറബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് എങ്ങനെ കാണിക്കാൻ പറ്റുന്നു എന്ന് എനിക്കറിയത്തില്ല. അവൻ അത് തമാശയാക്കി പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കുമ്പോൾ ജെങ്സൂണിന് കുറ്റബോധം തോന്നും. ഹാരിയുടെ അടുത്ത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, ഇനി എന്ത് ചെയ്യുന്നൊക്കെ ആലോചിച്ച് റൂമിലിരിക്കുകയാണ് ഡോജി. അന്നേരം അവനൊരു കോള് വരും. അത് ഹാരിയാണ്. എത്രയും പെട്ടെന്ന് ഹെൽത്ത് സെന്ററിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ട് അവൾ കോള് കട്ട് ചെയ്യും. താഴത്തെ നിലയിലാണല്ലോ ഹെൽത്ത് സെന്റർ. ഹാരിയുടെ അടുത്ത് നേരിട്ട് അപ്പോളജൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് അവൻ പെട്ടെന്ന് തന്നെ ഇറങ്ങി വരും. പക്ഷെ ഒരാൾ നാക്കിലെ ഫിഷൂക്കുമായിട്ട് അവിടെ ട്രീറ്റ്മെന്റിന് വന്നേക്കുമായിരുന്നു. അവനത് മാറ്റാനായിട്ട് തുടങ്ങുമ്പോൾ അത് കണ്ടോടാണ് ചിയോൺ അങ്ങോട്ടേക്ക് വരുന്നത്. അത് സാധാരണ നീഡിൽ പോലെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ അപകടമാണ്. ഞാൻ ഇത് മുമ്പേ ചെയ്തിട്ടുണ്ട്, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവനാണ് പിന്നീട് അതെടുത്ത് മാറ്റുന്നത്. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇനി അങ്ങോട്ടേക്ക് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, പ്രിസ്ക്രിപ്ഷനൊക്കെ ഞാൻ എഴുതിക്കോളാം, ഇയാൾ റൂമിൽ പൊക്കോളാന് അവൻ ഡോജി എടുത്ത് പറയും. രാവിലെ കണ്ണു തുറന്ന് നോക്കുന്നുണ്ടെ പരിചയമില്ലാത്ത സ്ഥലത്താണെന്ന് ഡോക്ടർ യോങ്ങിന് മനസ്സിലാവും. അവൻ ചുറ്റും നോക്കുമ്പോൾ അവിടെ നിറയെ സോജു ബോട്ടിൽസ് ഒക്കെ ഇരിക്കുന്ന കാണും. കുറച്ച് കഴിയുമ്പോൾ അവന് ബോധം വരും. എന്താണ് സംഭവിച്ചതെന്ന് അവന് മനസ്സിലാവും. അവൻ ചാടി എഴുന്നേറ്റ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്ന ജംഗ്സൂണിന്റെ അടുത്ത് അപ്പോളജൈസ് ചെയ്യും. അവൾ അത് പ്രതീക്ഷിക്കുന്നില്ല. ഇന്നലെ ശരിക്കും എന്താണ് സംഭവിച്ചതെന്നും കൂടി അവൻ ചോദിക്കും. ഇപ്പൊ ഞാൻ പുറത്തു പോകാൻ പോവുകയാണ്, ഇയാൾ എന്റെ കൂടെ ഇറങ്ങരുത്. ആളുകൾ കാണുന്നത് അവോയ്ഡ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യും. അത് സംഭവിക്കാൻ പാടില്ല. ഞാൻ പോയി കഴിഞ്ഞിട്ട് 20 മിനിറ്റിന് ശേഷം മാത്രമേ ഇയാൾ ഇറങ്ങാവൂ. ഹെൽത്ത് സെന്ററിൽ വിളിച്ചിട്ട് ഇയാൾ ലേറ്റ് ആവുമെന്ന് പറയുകയും വേണമെന്ന് ജംഗ്സൂൺ അവൻ്റെ അടുത്ത് പറയും. പിന്നെ ഇന്നലെ സംഭവിച്ചത് ഇയാൾ ഓർക്കാത്തതാണോ, ഓർക്കാത്തോട് പ്രിറ്റൻഡ് ചെയ്യുകയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഇന്നലെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്കങ്ങ് വിചാരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ പോകുന്നത്. ഡോക്ടർ ഞാൻ കയറി വരുമ്പോൾ അവരെല്ലാം അവിടെ നിൽപ്പുണ്ട്. അവൻ പുറത്തുനിന്നാണ് വന്നതെന്ന് അവർക്കൊക്കെ മനസ്സിലാവും. എവിടെ പോയേക്കുമായിരുന്നെന്ന് ഹാങ് ചോദിക്കുമ്പോൾ എക്സസൈസ് ചെയ്യാൻ പോയേക്കുമായിരുന്നെന്നാണ് അവൻ പറയുന്നത്. അന്നേരം അവർക്കൊരു കോള് വരും. പബ്ലിക് ഹെൽത്ത് സർവീസസിന്റെ ഡയറക്ടർ മിസ് ചോയ് നേരിട്ട് അവരെ വിസിറ്റ് ചെയ്യാൻ വരുന്നു എന്നാണ് പറയുന്നത്. ഒഫീഷ്യൽ വാർണിംഗ് തരാൻ വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് കേൾക്കുമ്പോൾ മിസ് ഹാങ് ആകെ പാനിക്കാവും. ഞാൻ ഇല്ലാത്തപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും അബദ്ധം പറയുകയോ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തോ എന്ന് എല്ലായിടത്തും ചോദിക്കും. ആർക്കും ഒരു പിടിയില്ല എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. വാർണിംഗ് എന്ന് പറയുമ്പോൾ അവർക്ക് സാലറി കട്ട് ചെയ്യാൻ പറ്റും, ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാൻ പറ്റും, മിലിറ്ററി സർവീസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ആർക്കെതിരെയാണ് വാർണിംഗ് എന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് എല്ലാവർക്കും പേടിയുണ്ട്. ഇത് കേട്ട് പേടിച്ചിട്ട് ഒരാളുടെ പ്രൈവറ്റ് ലൈഫോ റൂമേഴ്സോ ഒക്കെ ഡിസിപ്ലിനറി ആക്ഷന് കാരണമാവുമെന്ന് ഡോക്ടറെ ഞാൻ ചോദിക്കും. ഹാരിയുടെ കാര്യമാണ് അവൻ ചോദിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് മിണ്ടാതിരിക്കാൻ ഡോജി പറയും. ഒരു കാര്യം ചെയ്യും, എല്ലാവരും പെട്ടെന്ന് തന്നെ യൂണിഫോം എല്ലാം എടുത്തിട്ടിട്ട് ID കാർഡ് എടുത്തിടാൻ സിസ്റ്റർ ഹാങ് അവരോടെല്ലാം പറയും. ID കാർഡ് കിട്ടിയിട്ടില്ല എന്ന് ഡോജി അവരെ ഓർമ്മിപ്പിക്കും. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ പഴയ ID കാർഡ് എടുത്ത് അവരവന് കൊടുക്കും. ഫോട്ടോ കാണാത്ത രീതിയിൽ തിരിച്ചിട്ടാൽ മതി, ആരും ശ്രദ്ധിക്കാൻ പോകുന്നില്ലെന്ന് പറയും. ഡോക്ടർ യങ് ആകെ പേടിച്ചിരിക്കുകയാണ്. പക്ഷെ അവൻ നോക്കുമ്പോൾ ജെങ്സു കൂളായിട്ട് അതുവഴി അവളുടെ ഡ്യൂട്ടീസ് എല്ലാം ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അതും കൂടി കാണുമ്പോൾ അവൻ ആകെ ഫ്രസ്ട്രേറ്റഡ് ആവും. ഡോക്കോ എന്ന് പറഞ്ഞ കുട്ടിയെ കൊണ്ട് അതിന്റെ അമ്മയും അമ്മൂമ്മയും കൂടി വരും. കുട്ടിക്ക് പനിയും തൊണ്ടവേദനയാണ്. വെസ്റ്റേൺ മെഡിസിൻ കൊടുത്തിട്ട് ശരിയാവുന്നില്ല. അതുകൊണ്ട് ഡോക്ടർ യങ് നോക്കണമെന്നാണ് പറയുന്നത്. അവൻ അക്യുപങ്ക്ചർ ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് കുട്ടി സമ്മതിക്കത്തില്ല. വേദന എടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ചെയ്തതിന് ശേഷം കണ്ണാടി കാണിക്കുന്നുണ്ടേ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വേദന എടുക്കുന്നു പറഞ്ഞ് കുട്ടി കരയാൻ തുടങ്ങും. വേദന എടുക്കുകയാണെങ്കിൽ അത് ചെയ്തപ്പോൾ തന്നെ വേദന എടുക്കണമായിരുന്നു, കുറച്ചു നേരം കഴിഞ്ഞിട്ടല്ല വേദന വരുന്നത്, കള്ളം പറയരുതെന്ന് അവൻ കുട്ടിയെടുത്ത് പറയും. അന്നേരം ജംഗ്സൂൺ അങ്ങോട്ടേക്ക് വന്ന് ഡയറക്ടർ വന്നു പെട്ടെന്ന് പുറത്തേക്ക് വരാനായിട്ട് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് പോകും. നിശ്ചയം വന്നിട്ട് നിങ്ങൾ ആരാണ്, എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അറിയാമോ എന്ന് ചോദിക്കും. ആർക്കും അറിയത്തില്ലല്ലോ. അപ്പൊ ഡോജി ആരാണെന്ന് ചോദിക്കുമ്പോൾ അവൻ ഫ്രണ്ടിലേക്ക് വരും. ഇയാൾക്ക് ഗവർണറുടെ പേര് അറിയത്തില്ലേന്ന് ചോദിക്കും. അങ്ങനെയാണ് തലേദിവസം വന്ന ഫോൺ കോള് അവൻ അറ്റൻഡ് ചെയ്തപ്പോൾ ആരാണെന്നൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കാതെ പറഞ്ഞ കാര്യമൊക്കെ ഓർമ്മ വരുന്നത്. വാർണിംഗ് തരാനായിട്ട് ഗവർണർ പറഞ്ഞതാണ്, പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല എന്ന് അവർ പറയുന്നത് കേൾക്കുമ്പോൾ അവർ ഫ്രണ്ട്ലി ആണെന്ന് അവർക്കൊക്കെ മനസ്സിലാവും. എന്നാലും വന്ന സ്ഥിതിക്ക് എല്ലാം ചുറ്റി നടന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഹാങ് അവരെ വിളിച്ച് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ഡോക്ടർ യങ്ങിന്റെ റൂമിൽ നിന്ന് ആ പെൺകുട്ടി കയ്യിലൊരു ഗ്ലാസ്സുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടും. ഇവരെ വന്ന് തട്ടും. വീഴാതിരിക്കാനായിട്ട് ഇവർ ആ പെൺകുട്ടിയെ പിടിക്കും. കുട്ടിയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് താഴെ പോവും. ഇവർ രണ്ടും കൂടി താഴെ വീഴും. കുപ്പിച്ചില്ലെല്ലാം കൂടി അവരുടെ കയ്യിൽ കൊണ്ടുകയറും. കുട്ടിക്കൊന്നും പറ്റത്തില്ല.
ഡോജിയാണ് അവരുടെ കയ്യിലെ മുറിവെല്ലാം ട്രീറ്റ് ചെയ്യുന്നത്. ആഴത്തിലൊന്നും പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഡാമേജ് ഒന്നും കാണത്തില്ലെങ്കിലും ഒരു എക്സ്റേ എടുക്കുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ മുറിവ് സ്റ്റിച്ച് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കിനും അവനൊരു പ്ലാസ്റ്റിക് സർജൻ ആണെന്ന് അവർക്ക് മനസ്സിലാവും. മഴയും കാറ്റും ഹൈ ടൈഡും എല്ലാം ആയിക്കൊണ്ട് എല്ലാ ബോട്ട്സും ഫെറീസും സസ്പെൻഡ് ചെയ്തേക്കുവാണ്. ഇന്നത്തെ ദിവസം ഇനിയും ഒന്നും കാണത്തില്ല എന്നൊക്കെ വില്ലേജ് ചീഫ് അനൗൺസ് ചെയ്യും. ഡയറക്ടർ ചോയ് അന്ന് അവരുടെ കൂടെ അവിടെ താമസിക്കേണ്ടി വരുമെന്ന് അവർക്കെല്ലാം മനസ്സിലാവും. ഡയറക്ടർ ചോയ് അവരെല്ലാം കൂട്ടി ഡിന്നറിന് പോകും. ഡ്യൂട്ടി ആയതുകൊണ്ട് ഡോജി മാത്രം സോജു ഒന്നും കുടിക്കത്തില്ല, ബാക്കി എല്ലാവരും സോജു ഒക്കെ കുടിക്കുന്നുണ്ട്. അവർ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോൾ ആരും കേൾക്കാതെ രഹസ്യമായിട്ട് ഹാരി എടുത്ത് ജങ്സൂൺ എനിക്കൊരു കാര്യം അറിയാനുണ്ടെന്ന് പറയും. എന്താണെന്ന് ചോദിക്കുന്നത് യൂഷ്വലി സിറ്റിയിൽ നിന്ന് വരുന്ന പയ്യന്മാരൊക്കെ ഒരു വൺ നൈറ്റ് സ്റ്റാൻഡിന് ശേഷം പിന്നീട് ഒന്നും സംഭവിക്കാത്ത കൂട്ടാണ് പെരുമാറാറുള്ളത്. ഞാൻ ഡ്രാമാസിലൊക്കെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അവർക്കതൊന്നും വലിയ കാര്യമല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഹാരി ഒരുപാട് പേരെ ഡേറ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് അങ്ങനെയാണോ എന്ന് ചോദിക്കും. അവൾ ആദ്യം ഒന്ന് ഫ്ലസ്റ്റേർഡ് ആവും. അവളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണെന്ന് വിചാരിക്കും. എങ്കിലും അത് ഓരോരുത്തരെ അനുസരിച്ചിരിക്കും, ആൾക്കാരനുസരിച്ചാണ് അവര് അങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറഞ്ഞിട്ട് അവൾക്കത് കംഫർട്ടബിൾ ആയിട്ട് തോന്നാത്തത് കൊണ്ട് പുറത്തേക്ക് പോകും. അവൾ പുറത്തേക്ക് പോകുന്നത് ഡോജി ശ്രദ്ധിക്കും, അവനും കൂടെ ചെല്ലും. നമുക്ക് സംസാരിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോളജൈസ് ചെയ്യാനാണെങ്കിൽ വേണ്ട, കാരണം അവർ പറഞ്ഞത് തെറ്റൊന്നുമല്ല. ഞാൻ ഡോക്ടേഴ്സിനെ തന്നെയാണ് ഡേറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ പ്രാക്ടിക്കലി ഹോസ്പിറ്റലിൽ താമസമായിരുന്നു. എൻ്റെ ചുറ്റും ഡോക്ടേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് ഡോക്ടേഴ്സിനെ മാത്രമല്ലേ ഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു കാരണം കൊണ്ട് ഞാൻ ഡോക്ടർ ഹണ്ടറും ഗോൾഡ് ഡിഗറും ഒക്കെ ആകുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്, അല്ലാതെ അതല്ലാന്നൊന്നും എനിക്ക് നിഷേധിക്കാൻ പറ്റത്തില്ലെന്ന് അവൾ പറയും. പിന്നെ ഇയാൾ പേടിക്കണ്ട, എന്തായാലും ഇയാളെ ഞാൻ ഡേറ്റ് ചെയ്യാൻ പോകുന്നില്ലെന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് ഡേറ്റ് ചെയ്യത്തില്ല, ഡേറ്റ് ചെയ്താൽ എന്താ പ്രശ്നം എന്ന് അവൻ അങ്ങോട്ടേക്ക് ചോദിച്ചു. അവൻ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കാൻ തന്നെ അവൾക്ക് കുറച്ച് സമയം എടുക്കും, കാരണം അവൾ അത്രയ്ക്കും സർപ്രൈസ്ഡ് ആയി പോകും. അവൾ അന്നെ പറ്റി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്റെ കുട്ടിയെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ആരോ അങ്ങോട്ടേക്ക് വരും. നേരത്തെ കൊണ്ടുവന്ന ആ കുട്ടിയുടെ അമ്മയാണ്. ആ കുട്ടിക്ക് തീരെ വയ്യ. അങ്ങനെ ചെന്ന് നോക്കുമ്പോഴത്തേക്കും അതിന് ബ്രീത് ചെയ്യാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാവും. മെഡിക്കൽ എമർജൻസി ആണ്, എത്രയും പെട്ടെന്ന് ഒരു ബോട്ട് അറേഞ്ച് ചെയ്യണമെന്ന് മിസ് ജോയ് അവരോട് പറയും. അങ്ങനെ ചീഫിനെയാണ് അവർ വിളിക്കുന്നത്. എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ അവർക്ക് ബോട്ട് ഇറക്കാനുള്ള അനുമതിയൊക്കെ ഉണ്ട്. അതിന് പ്രത്യേകം പരിശീലനം കിട്ടിയ ആളുകൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ചീഫിന് അതുണ്ട്. മിസ് ജോയ് ആണ് കുട്ടിയെ ബോട്ടിലൊക്കെ കയറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. എന്റെ കൂടെ ഡോജിയും കൂടെ വരണം എന്ന് അവർ പറയുമ്പോൾ എനിക്കിത് ചെയ്ത് പരിചയമില്ല, കുട്ടികളെ ഒന്നും ഞാൻ ചികിത്സിച്ചിട്ടില്ല, പറ്റത്തില്ലെന്ന് അവൻ പറയും. അപ്പൊ അവൻ മാത്രമേ കൂട്ടത്തിൽ കുടിക്കാത്തുള്ളൂ, അതുകൊണ്ട് അവൻ കൂടെ ചെന്നേ പറ്റത്തുള്ളൂ അവര് നിർബന്ധമായിട്ട് പറയും. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ അവന് പോകേണ്ടി വരും. പക്ഷെ ഭയങ്കരമായിട്ട് തിരമാലകളൊക്കെ അടിക്കുന്നുണ്ട്, അവനാകെ പേടിയാവുന്നുണ്ട്. ഹാരിയും കുട്ടിയുടെ അമ്മയും കുട്ടിയും മിസ് ജോയും ബോട്ടിൽ കയറും. ഇനി അവനും കൂടെ കയറാനുള്ളൂ, ബാക്കി ആരും പോകുന്നില്ല. അവനാണെങ്കിൽ പേടിച്ച് നിൽക്കുകയാണ്. ഹാരിക്ക് കാര്യം മനസ്സിലാവും. എന്റെ കൂടെ അടുത്ത പ്രാവശ്യം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞാൽ അവളെ ഒന്ന് കൈ പിടിക്കുമ്പോഴത്തേക്കും അവൻ റിയാലിറ്റിയിലേക്ക് വരും. ഒന്നും മിണ്ടാതെ അവളുടെ കൂടെ ബോട്ടിലേക്ക് കയറും. കുറച്ചു ദൂരം കഴിയുമ്പോൾ കുട്ടിക്ക് ഒട്ടും ശ്വാസം കിട്ടാതെ വരും. അതിന്റെ മുഖമെല്ലാം പെയിലായി തുടങ്ങും. എത്രയും പെട്ടെന്ന് ട്യൂബ് ഇൻസേർട്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നമാവുമെന്ന് മനസ്സിലാക്കിയിട്ട് മിസ് ജോയ് ഡോജിയുടെ അടുത്താണ് അത് ചെയ്യാനായിട്ട് പറയുന്നത്. പണ്ട് ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ സോനു എന്ന് പറഞ്ഞ ഫ്രണ്ടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡെസ്പറേറ്റ് ആയിട്ട് ശ്രമിച്ചതെല്ലാം അവൻ ഓർമ്മ വരും. അതുകൊണ്ട് പറ്റത്തില്ലെന്ന് അവൻ തീർത്ത് പറയും. ഇയാൾക്ക് നിയമം അനുസരിച്ച് റെഫ്യൂസ് ചെയ്യാനുള്ള എല്ലാ അധികാരവും ഉണ്ട്. കൈപിടിച്ച് ചെയ്യിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല. പക്ഷെ ആ കുട്ടിയെ ഒന്ന് നോക്കൂ, ആ കുട്ടിക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല, മരിക്കാറായിരിക്കുകയാണ്, എന്തെങ്കിലും ചെയ്യണം, കുട്ടിയുടെ ജീവൻ രക്ഷിക്കണം എന്ന് മിസ് ജോയ് പറയുന്നത് കേൾക്കുമ്പോൾ കുട്ടിയുടെ അമ്മയും കരഞ്ഞുകൊണ്ട് കുട്ടിയെ രക്ഷിക്കണം എന്ന് അവൻ്റെ അടുത്ത് പറയും. ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് ഹാരി പറയും. മിസ് ജോയ്ക്ക് കൈ വയ്യാത്തത് കൊണ്ടാണ് അവർ ചെയ്യാത്തത്. അവരെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും അവൻ ചെയ്യാൻ റെഡിയാവും. അങ്ങനെ ഒരുവിധം ട്യൂബ് ഇൻസേർട്ട് ചെയ്യും. കുട്ടിക്ക് സാധാരണ പോലെ ബ്രീത് ചെയ്യാനായിട്ട് പറ്റും. ഡോജി എന്ന ഒരുവിധമാണ് അത് ചെയ്തു തീർക്കുന്നത്. അവന് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. ബോട്ടിന്റെ സൈഡിൽ പോയിരുന്ന് വൊമിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. വലിയ വലിയ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോട്ട് സ്പീഡിലാണ് പോകുന്നത്. എപ്പോ എന്ത് വേണമെങ്കിലും സംഭവിക്കാന്നുള്ള അവസ്ഥയിലാണ് കടൽ കിടക്കുന്നത്. പെട്ടെന്നൊരു വലിയ തിരമാല വന്നടിച്ച് ഡോജി കടലിലേക്ക് വീഴും. ക്യാപ്റ്റൻ ഇത് കാണുന്നുണ്ട്. എല്ലാവരും ഷോക്ക്ഡ് ആവും.